താനാദ്യം കാര്യം പറയടോ. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നമ്മുടെ കുടുംബത്തിനകത്തുള്ളത്, അല്ലേ? ആ, നീ വന്ന് കയറിയ ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒരുപാട് തവണ നിന്റെ അടുത്ത് വന്ന് കുട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ ഒന്ന് തലയാട്ടും, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കും, അത്രേ ഉള്ളൂ. കേട്ടോടാ മോനെ, എന്റെ ഓർമ്മയില് സുമിത്ര പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിന്റെ കാര്യത്തിലാ. ഒരു തവണയോ മറ്റോ എന്തോ ഒന്ന് നടക്കാത്തതിന്റെ പേരില് നീ കരഞ്ഞിട്ടുമുണ്ട്, അല്ലേ സുമിത്രേ? ആ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതെപ്പോഴാമേ ആഗ്രഹം നടക്കാത്തതിന്റെ പേരിൽ സുമിത്ര കരഞ്ഞ്? അത് നിനക്കറിഞ്ഞൂടാ. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ദിവസം അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങുമ്പോ നവീന് വേണ്ടി ഒരു കളിപ്പാട്ടം വാങ്ങിക്കാൻ ഇവള് നോക്കുമായിരുന്നു. തിരിച്ചു വന്നപ്പോ എന്താ സ്ഥിതി, അതവിടെ ഇല്ല. മോനു വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ട് നടത്താൻ പറ്റില്ലോ എന്നും പറഞ്ഞ് വഴി നീളെ കരഞ്ഞു ഈ പെണ്ണ്. അമ്മ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ? ഈ 4 ചുവരിന്റെ ഉള്ളിൽ കിടക്കുന്ന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയല്ലേ ഓർക്കാനുള്ളൂ. പിന്നെ എങ്ങനെയാ ഞാനതൊക്കെ മറക്കുന്നേ? പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ബഹളം വെച്ചേനെ. എനിക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം അങ്ങനെ കിട്ടാതെ പറ്റുമോ? ആഹാ, ഞാൻ ഇപ്പൊ കളിപ്പാട്ടുകടയിൽ പോണോ? അന്ന് ഭാഗിച്ചു തന്നെന്റെ കണക്ക് തീർക്കാൻ. അമ്മേ, നാളെ തന്നെ നവീന്റെയും ഗാഥയുടെയും വിവാഹ മുഹൂർത്തം കുറിപ്പിക്കണം. അതാ ഇപ്പോഴത്തെ എന്റെ ആവശ്യം. സുമിത്ര, തടസ്സങ്ങളില്ലാത്ത ഒരു കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേ? അമ്മ ഇത് സമ്മതിക്കണം. എങ്കില് ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ സിത്താരെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ഹലോ, എന്താ സുമിത്ര? സിത്താരെ, ഞാനൊരു കാര്യം ചോദിക്കാനാണേ വിളിച്ചേ. എന്താ? മക്കളുടെ വിവാഹത്തിന്റെ മുഹൂർത്തം നമുക്ക് നാളെ കുറിപ്പിച്ചാലോ? നാളെയോ? ആ അതെ. എന്ത് കാര്യ? സ്വന്തം മോൾക്ക് പകരം നവീന്റെ താലി കഴുത്തിൽ ഏറ്റുവാങ്ങണമെന്ന് സിത്താര മേഡം പറഞ്ഞില്ലേ? പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. ആ കുട്ടിയുടെ കഴുത്തില് നവീൻ താലി കെട്ടിയാല് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. പണം വാങ്ങുന്നവര് അതൊന്നും അറിയണ്ടെന്ന് അവര് മറുപടിയും പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ അതിന്റെ പേരില് നിനക്കെന്തെങ്കിലും ദോഷം പറ്റുമോന്ന് അറിയണമല്ലോ. കല്യാണത്തിന്റെയും താലികെട്ടിന്റെയൊക്കെ കാര്യം പറയുമ്പോ സിത്താര മാഡം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ജാതകപ്രകാരം അവൾക്ക് എന്തോ ദോഷമുണ്ട്, അതുകൊണ്ട് ഗാഥയ്ക്ക് പകരം നിക്കണമെന്നാ എന്നോട് അവരാദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് താലി കെട്ടുന്ന കാര്യവും പറഞ്ഞു. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ പണം വാങ്ങിച്ചും പോയി. ഇനിയിപ്പോ എന്താ? കാരണവന്മാര് പഴഞ്ചൊല്ല് പറയണ പോലെ നായ വേഷം കെട്ടിയ കൊറയ്ക്കന്നെ. നമ്മൾ കാശ് വാങ്ങിച്ചു, അത് ഹോസ്പിറ്റലിൽ അടച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് വാക്ക് മാറ്റലാണ്. പക്ഷേ ഈ ജാതകദോഷം എന്ന് പറയുന്നതേ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചേ പറ്റൂ. നിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലോ? അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കില് എന്റെ ജീവൻ അങ്ങ് പൊക്കോട്ടെ. ഒന്നും മിണ്ടാതിരുന്നേ. അങ്ങനെ ഒരാളെ ഇല്ലാതാക്കിയിട്ടാണോ വേറൊരാളുടെ കാര്യം നടത്തുന്നേ? ഗോപാലേട്ടാ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. അല്ലാതെ ഒന്നും ചോദിക്കാതെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ആ താലികെട്ടൊന്ന് കഴിഞ്ഞാ മതി. അതോടെ ഇറങ്ങാലോ എന്നേക്കുമായിട്ട്. അമ്മ ചിലപ്പോ ഉണരും. ഞാൻ ചെന്ന് അടുത്തിരിക്കട്ടെ. എന്റെ ദേവി, എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ. ചെറുതായാലും വലുതായാലും കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ കാരണവന്മാരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അതങ്ങനെയാ. ഇവിടെ എന്താ അമ്മേ?
കിണ്ടിയും വിളക്കൊക്കെ ഇവിടെന്താ വല്ല ചടങ്ങ് നടക്കുന്നുണ്ടോ? ഓ, ഒരു ചടങ്ങ് നടത്തുന്നുണ്ട്. ഏ? ഗാഥയുടെയും നവീന്റെയും വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാൻ ജ്യോത്സ്യര് വരും. അവരുടെ ഭാഗത്ത് നിന്ന് സിത്താരെ. ഹ, എന്താ ഇത്? എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? ഞാൻ നവീന്റെ അമ്മായിയല്ലേ? ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ അത് ഞാൻ അറിയണ്ടേ? നീ പറഞ്ഞതാണോ ഇതൊന്നും ഞങ്ങളെ അറിയിക്കണ്ടെന്ന്? ഓ, കളരിക്കൽ തറവാട്ടിലെ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥയിലേക്കൊന്നും ഞാൻ വളർന്നിട്ടില്ലേ. നീ അറിഞ്ഞിട്ടില്ലെങ്കിലേ അതിന്റെ കാരണം നീ തന്നെയാ. നിന്റെ സ്വഭാവത്തിന്റെ മഹിമ. ഈ വിവാഹം മുടക്കാൻ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് ഓർമ്മയില്ലേ നിനക്ക്? ഇനി നീ ഒന്നിനു ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് നടക്കും. നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ നടക്കും. അമ്മ എന്നെ വെല്ലുവിളിക്കുകയാണോ? അതേം തന്നെ കൂട്ടിക്കോ. നീ അത്ര മിടുക്കിയാണെങ്കില് ഈ വിവാഹം ഒന്ന് മുടക്കി കാണിക്കേ. നിന്നെ കൊണ്ട് പറ്റില്ല നിർമ്മലേ.